ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത്. ഒരു ലൈക്കും ഹൈപ്പും അടിച്ചിട്ട് പരമാവധി എല്ലാവരും കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അലീന ഉണ്ടല്ലോ, ശരണേനെ കാണാൻ വേണ്ടി പോവാണ്. ഏതായാലും ശരണേനെ കാണാൻ വേണ്ടി ആ വീട്ടിലെത്തിയില്ല. അതിനു മുമ്പ് തന്നെ ഒരു രണ്ട് ചേട്ടന്മാരെ കണ്ടു നമ്മുടെ ശരണ്യ. അത് ശരണ്യല്ല, അലീന. ഏതായാലും ആ ചേട്ടന്മാര് പറയാണ്, അല്ല നീ എങ്ങോട്ടായി പോകുന്നത്? നീ പോകുന്നത് ശരണ്യനെ കാണാനാണെങ്കിൽ വെറുതെയാ. നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ശരണ്യനെ കാണിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം അതെന്താ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അലീന. അപ്പൊ അവര് പറഞ്ഞു, അത് പിന്നെ നീ കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ട് ആ പെങ്കൊച്ച് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞെന്നോ, അതുപോലെ തന്നെ നീ എന്തൊക്കെയോ ചോദിച്ചെന്നോ, പിന്നെ കുറച്ച് സമുദായക്കാരും രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നിന്നെ മിക്കവാറും നല്ല നിന്നെ കാണിക്കത്തില്ല ശരണ്യനെ. വെറുതെ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അവർക്കാർക്കും ദോഷമൊന്നും വരുന്നത് ഞാൻ ചെയ്തിട്ടല്ലോ, പിന്നെ എന്താ ഞാൻ പോയാ കുഴപ്പം? ഏതായാലും ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു, ചെന്ന് നോക്ക്, അപ്പൊ അറിയാം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാരങ്ങ് പോയി കേട്ടോ. ഏതായാലും അലീന വല്ലാതെ ഒരു എന്താ പറയാ, വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താന്നറിയത്തില്ലല്ലോ അലീനയ്ക്കും. ഏതായാലും അലീന ഇതൊന്നും കൂട്ടാക്കുന്നില്ല. അലീന നേരെ കോളനിയിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോളനിയിലേക്ക് തന്നെ അലീന പോവാണ്. ഏതായാലും പോകുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ മനു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അറിയിക്കണമെന്ന്. അപ്പൊ മനുവിനെ ഏതായാലും നമ്മുടെ അലീന ഫോൺ വിളിക്കാൻ കേട്ടോ. ഫോൺ വിളിച്ചിട്ട് അലീന പറയുകയാണ്, അതെ മനുവേട്ടൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കണ്ണാടിപ്പറമ്പ് കോളനിയിലേക്ക് പോകുമ്പോൾ അറിയിക്കണമെന്ന്, അതാ മനുവേട്ട ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പം അപ്പൊ നീ പോയോ അങ്ങോട്ടേക്ക്? ഞാൻ പൊക്കോണ്ടിരിക്കുക മനുവേട്ട. അല്ല നീ ഓട്ടോറിക്ഷയ്ക്കാണോ പോകുന്നത്? ഞാന് ബസ്സിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി, ഇനി കുറച്ച് നടക്കണം. എന്തു പറ്റി? നീ വെറുതെ പോവാണോ? എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എനിക്ക് ഒരു ഉദ്ദേശമുള്ളൂ, ശരണ്യെ കാണണം, സംസാരിക്കണം, അവളെയും കൂട്ടി അമ്പലത്തിൽ പോണം. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ല അങ്കിൾ എന്താ പറഞ്ഞത്? അത് പിന്നെ രോഹിത് പീഡനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴേ അച്ഛൻ നല്ല പ്രതീക്ഷയില്ല. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാ പറയുന്നത്. അതിന് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? അല്ല ശരണ്യോട് പറയാൻ പോവാണോ രോഹിത്തിനെ രക്ഷിക്കണമെന്ന്? അത് പിന്നെ ഞാന് ഞാൻ എങ്ങനെയാ? എന്നാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ശരണ്യനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന്. പക്ഷെ എന്നെ കൊന്നാലും ശരി ഞാൻ ശരണ്യോട് ഒന്നും ആവശ്യപ്പെടാൻ പോകുന്നില്ല. ഞാൻ എങ്ങനെയാ ആവശ്യപ്പെടുന്നത് മനുവേട്ട? അവക്ക് സത്യം പറയാനുള്ള മനോധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, അതല്ലേ അതിന്റെ ശരിയ്? അല്ല ഞാൻ നിർബന്ധിച്ച് പറയിപ്പിക്കണോ? ഇപ്പുറത്തെ ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുന്നത് സ്വന്തം കൂടപ്പിറപ്പിന്റെ ലൈഫാണെന്ന് നീ ചിന്തിക്കണം. അത് എന്റെ വാക്ക് പാഴായി പോയാലോ? അവൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ? അപ്പൊ അവളുടെ മുന്നിൽ ഞാൻ ആരായി? ഞാൻ ആരാകും? മനുവേട്ടാ, അങ്ങനെ നിർബന്ധിക്കാതെ. ഞാൻ അവളോടൊന്നും ആവശ്യപ്പെടത്തില്ല. അതിനുവേണ്ടിയല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക്. അതിന് ഇപ്പൊ തന്നെ മനുവേട്ട അവരെന്നെ സംശയിച്ച് കഴിഞ്ഞു. കോളനിയിലെ ഒരാള് വഴിയിൽ വെച്ച് എന്നെ കണ്ടപ്പോ പറഞ്ഞു ശരണ്യനെ കാണാൻ പറ്റത്തില്ല ഇനിന്ന്. അല്ല എങ്കിൽ പിന്നെ നീ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് പ്രശ്നമില്ലേ? അത് അറിഞ്ഞൂടാ. എന്തായാലും ഞാന് അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു പോരുന്നുള്ളൂ. അല്ല ഞാൻ വരണോ? തിരിച്ചു വരുമ്പോ വിളിക്കാൻ മനുവേട്ടാ. അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്നാ പിന്നെ നീ ഫോൺ വെച്ചോ, ഞാൻ വെയിറ്റ് ചെയ്യാം. എവിടെ വെയിറ്റ് ചെയ്യാന്ന്? അത് പിന്നെ കോൾ വെയിറ്റിംഗ്. അതാണോ? ഓക്കെ മനുവേട്ടാ, എന്നാ പിന്നെ ബൈ എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അലീനയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. മനു സാധാരണ അല്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പേടി നമ്മുടെ അലീനയ്ക്കും ഉണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ വിളിച്ച് നമ്മുടെ അലീനയുടെ വീട്ടുകാരെ അറിയിക്കുകയാണ്. അതായത് ഗോപുവിനെയാന്ന് തോന്നുന്നു, ഗോപുവിനെയോ ഓമനക്കുട്ടനെയോ അറിയിക്കുകയാണ്, നമ്മുടെ അലീന ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അലീന നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെന്ന്. അപ്പം നമ്മുടെ ഗോപു വന്നു തോന്നുന്നു കേട്ടോ, ഓമനക്കുട്ടനല്ല. ഗോപു ആണെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അവൾ എവിടെ എത്തി, കറക്റ്റ് എവിടെ എത്തി എന്ന് പറ, പാലം കടന്ന് പോന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവള് പാലം കടന്ന് പോന്നിട്ടുണ്ട് എന്നൊക്കെ അവിടുന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഗോപു പറയുന്നുണ്ട്, അവളിങ്ങോട്ട് വരട്ടെ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവളെ കഴിഞ്ഞ പ്രാവശ്യം മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവളെ തീ കൊളുത്താൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ മണ്ണെണ്ണ ഒഴിച്ച പെട്രോൾ ഒഴിച്ച അവളെ കത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ഗോപുവിന്റെ അച്ഛനെ വിളിക്കുക. അച്ഛാ എന്താടാ, എന്താ നീ കിടന്ന് അലർന്നത്? അത് പിന്നെ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അലീന, സുമേഷ എന്നെ വിളിച്ചു പറഞ്ഞത്. അവൾ ഇങ്ങോട്ട് വരട്ടെ, നീ എന്തിനാ അതിന് ബഹളം വെക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗോപു പറഞ്ഞു, അത് പിന്നെ നമ്മൾ ബഹളം വെക്കാതെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമുദായക്കാര് രാഷ്ട്രീയക്കാരൊക്കെ വന്ന് എന്താ പറഞ്ഞേക്കുന്നത് എന്ന്. അപ്പോഴത്തേക്ക് രണ്ട് പേര് വരുന്നുണ്ട് കേട്ടോ, രണ്ടാണുങ്ങൾ വരുന്നുണ്ട്. രണ്ടാണുങ്ങൾ വന്നിട്ട് പറയാ, അതെ എടാ ഗോപ, അവരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യണം, അവളെ ഇവിടെ കയറ്റാൻ പാടില്ല, തടയണം എന്നൊക്കെ രണ്ടുപേര് വന്ന് പറഞ്ഞു. ഏതായാലും
എല്ലാവരും അതിശക്തമായിട്ട് നമ്മുടെ അലീനയെ എതിർക്കാനായിട്ട് നിൽക്കുകയാണ്. ഓമനക്കുട്ടനും കണ്ടു. ഓമനക്കുട്ടൻ കണ്ടിട്ട് ഓമനക്കുട്ടൻ ഓടി വന്ന് വീട്ടിൽ പറയുകയാണ്, അത് പിന്നെ വരുന്നുണ്ട് എത്താറായി. അപ്പൊ എല്ലാവരും അലീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് അയക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ പെങ്കൊച്ച് നിങ്ങൾ എന്താ ചെയ്തത്? കുറെ ശത്രുക്കൾ എന്തോ ആക്രമിക്കാൻ വരുന്ന പോലെയാണല്ലോ നിങ്ങളുടെ നിൽക്കും ഒക്കെ ചെയ്യുന്നത്. അല്ല, ആ ശരണ്യനെ കണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നത്? ശരണ്യ ഉടനെ മൊഴി മാറ്റി പറയുവോ? ഓ, പിന്നെ എന്നാത്തിനാ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ? ഇത്രയും വരുത്തി വെച്ചതൊക്കെ പോരെ? അപ്പോഴത്തേക്ക് നമ്മുടെ അലീന എത്തിയിട്ടോ. അപ്പൊ ശരണ്യയുടെ അമ്മയ്ക്ക് നമ്മുടെ അലീനെ വീട്ടിനകത്തേക്ക് കയറ്റണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി ആരും സമ്മതിക്കത്തുമില്ല. ശരണ്യയുടെ അമ്മയ്ക്ക് അറിയാലോ നമ്മുടെ അലീന എന്താ ആരാന്നൊക്കെ. ശരണ്യയുടെ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു അമ്മയ്ക്ക് ഒരു മകളെ മനസ്സിലാകത്തുള്ളൂ. അത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അലീന കയറി വന്നു. അലീന ഒരു കൊടയൊക്കെ ചൂടി, കൊടയൊക്കെ കറക്കി, പേടിയൊന്നും ഇല്ലാതെയാ കയറി വരുന്നത്. അങ്ങനെ അലീന ചോദിച്ചു, ഇതെന്ത് പറ്റി എല്ലാവരും എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? ഞാന് ആരെയും ആക്രമിക്കാൻ വന്നൊന്നും അല്ലാട്ടോ, ഞാൻ ശരണ്യനെ കാണാൻ വന്നതാ. ഞാനിവിടെ ശരണ്യനെ കാണാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓമനക്കുട്ടൻ പറഞ്ഞു, നിക്കടി അവിടെയെന്ന്. ദേ, ശരണ്യനെ കാണാൻ വേണ്ടി പറ്റത്തില്ല. അതെന്താ, അവളിവിടെ ഇല്ലേ? കാണാൻ സമ്മതിക്കത്തില്ലെന്നാ പറഞ്ഞത്. അതെന്താ, ഞാൻ കണ്ടാല് കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട, ഞങ്ങളുടെ പെങ്ങളെ നീ കാണണ്ട, അത്ര തന്നെ. ദേ, ഇവിടുന്ന് പോകാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും, ഇവിടെ പ്രശ്നമാകും. വെറുതെ എന്തിനാ ഇവിടുന്ന് പോകാൻ നോക്കാൻ. അപ്പൊ കുറച്ച് നാട്ടുകാരൊക്കെ അവിടെ കൂടി കേട്ടോ. ഈ സമയം നമ്മുടെ അലീന പറഞ്ഞു, അതെ, അവൾ ഒരു തകർച്ചയിൽ നിന്ന് തിരിച്ചു വരിക. നിങ്ങൾ എന്നെയല്ല തടയുന്നത്, അവളെയാ തടയുന്നത്. അതെ, കൂടുതൽ അവള് തിരിഞ്ഞതൊക്കെ മതി. അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കണ്ടാ മതി. ഒരക്ഷരം പോലും ഞാൻ അവളോട് മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. അവള് എങ്ങനെ ഇരിക്കുന്നൊന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യനെ ഈ സമയത്ത് കാണിക്കുക. ശരണ്യ ഇതെല്ലാം അകത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ശരണ്യക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, ഞാൻ കൈ പിടിച്ച് എണീപ്പിച്ച കുട്ടിയല്ലേ ഗോപ. ഓമനക്കുട്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളെ ഒന്ന് ഞാൻ കണ്ടോട്ടെ. അവളോട് ഞാൻ സംസാരിക്കുന്നില്ല. അവളെ ഞാൻ ഒന്ന് കണ്ടിട്ട് പൊക്കോളാന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അതെ, നിന്റെ ആരാ അവള്? ഞങ്ങൾ നിന്റെ ആരാ? അത് പിന്നെ എന്റെ അനിയത്തിയല്ലേ ശരണ്യ. ഓ പുല്ല, നീ പോയി നിന്റെ പണി നോക്ക്. അല്ല, നിങ്ങൾ ഇത്രയ്ക്ക് ശത്രുത കാണിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നൊന്ന് പറ. ദേ, നീ നിന്റെ വഴിക്ക്, നിനക്ക് അതായിരിക്കും നല്ലത്. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന്. അപ്പോഴത്തേക്കും കുറച്ച് രാഷ്ട്രീയക്കാരും കൂടെ അവിടെ വന്ന് ഇറങ്ങിയിട്ട്, ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങി. എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ ഉള്ളവരൊക്കെ വിളിച്ചറിയിച്ചു കാണും. അങ്ങനെ ആ രാഷ്ട്രീയക്കാര് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. അതായത് ആ വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം എന്ന്. അപ്പൊ നമ്മുടെ ഓമനക്കുട്ടൻ പറഞ്ഞത്, ഇവള് ശരണ്യനെ കാണാൻ വന്നതാ, കാണണ്ടാന്ന് പറഞ്ഞിട്ട് നിന്ന് തർക്കിച്ചോണ്ടിരിക്കുക. ഓ, നീ ആ ബാലചന്ദ്രമേനോന്റെ വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന കൊച്ചല്ലേ? അയാളുടെ മകനും പീഡന കേസിലെ പ്രതിയല്ലേ? അങ്ങനെ ഒരു ബന്ധമുള്ളപ്പം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ കാണാനും സംസാരിക്കാനും നീ വരുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഞാൻ ശരണ്യോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിതം നശിച്ചതുപോലെ ഇങ്ങനെ കിടക്കരുത്, എണീറ്റ് നടക്കണം, ആളുകളെ പേടിക്കാതെ പുറത്തിറങ്ങണം, പ്രശ്നങ്ങളെ നേരിടണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. ഓ, അവൾക്ക് അത്രയ്ക്ക് ധൈര്യം ആവശ്യമില്ലെങ്കിലോ? നീ എന്തിനാ വന്ന് വേണ്ടവരെയൊക്കെ ധൈര്യപ്പെടുത്താൻ നിൽക്കുന്നത്? വെറുതെ എന്തിനാ മെനക്കെടുന്നത്? നിനക്ക് ആ വീട്ടിൽ പിടിപ്പത് ജോലി ഉള്ളതല്ലേ, നിനക്ക് ആ വീട്ടിൽ ജോലി ചെയ്താൽ പോരെ? അത് പിന്നെ എനിക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാർക്ക് വേണ്ടിയല്ല ഇവിടെ വന്നത്. ഞാൻ ശരണ്യക്ക് വേണ്ടി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ അവളോടാ സംസാരിച്ചിട്ടുള്ളത്. ഓ, വന്നിടത്തോളവും സംസാരിച്ചിടത്തോളവും തൃപ്തിയായി. നീ മദർ തെരേസയൊന്നും അല്ലല്ലോ ജീവകാരുണ്യം നടത്താനായിട്ട്. അതുകൊണ്ട് മതി നിന്റെ ജീവകാരുണ്യ പ്രവർത്തനം. വീട്ടുജോലി ചെയ്താൽ മതി. നീ അവിടുത്തെ പ്രതിയെ നന്നാക്കാൻ പറ്റുമോ? നിനക്ക് പ്രതിയെ നന്നാക്കാൻ പറ്റില്ലല്ലോ. ആദ്യം പോയി നിന്റെ മുതലാളിയെയും നിന്റെ വീട്ടിലെ മുതലാളിയുടെ മകനെയും നന്നാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് മതി. അത് പിന്നെ സാർ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ അവളെ കാണുന്നത്. നിങ്ങൾക്ക് കേൾക്കാവുന്നത് പോലെയല്ലേ ഞാൻ അവളോട് സംസാരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ തടയുന്നത്? വേണ്ട, നീ ഒന്നും പറയണ്ട, മതി. ഇവിടെ കയറി മേയാന്ന് വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. നീയേ അവരുടെ ഏജന്റ് അല്ലേ, മറ്റേ പീഡനക്കേസ് പ്രതികളുടെ ഏജന്റ്. അതുകൊണ്ട് തന്നെയാ നീ ഇവിടെ വന്നതും അവളെ കാണാൻ നിൽക്കുന്നതും. എങ്ങനെയും ശരണേനെ കൊണ്ട് മൊഴി മാറ്റി തിരുത്തിച്ചിട്ട് അവന്മാരെ കേസിൽ നിന്ന് ഊരിയെടുക്കണം. അതിനുവേണ്ടി അവരയച്ചതല്ല നിന്നെ. അത് പിന്നെ ഞാൻ അതിനു വേണ്ടി വന്നതല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഓ, പിന്നെ അബദ്ധം വെച്ച ശരണ്യയുടെ വായിൽ നിന്ന് എന്തോ വീണ് കിട്ടി. അതി കയറി പിടിച്ച് പൊലിപ്പിക്കാനൊന്നും നിൽക്കണ്ട, വന്ന വഴിക്ക് വിട്ടുപൊക്കോ.
അത് പിന്നെ ഞാൻ ശരണ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, ഞാൻ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുമില്ല. ആകെ കൂടി നിർബന്ധിച്ചത് തളർന്നു കിടക്കാതെ എണീക്കണം, ജീവിതം തിരിച്ചു പിടിക്കണം എന്നൊക്കെ മാത്രമാ. അല്ലാതെ ഒരിക്കലും ഞാൻ ആ കുട്ടിയെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചു മനസ്സിലാക്കാനും നിന്നിട്ടില്ല. അതിവിടെ വേണ്ടെന്നല്ലേ പറഞ്ഞത്, നിന്നോട് പറഞ്ഞത് അതിവിടെ വേണ്ടെന്നാ. ശരണ്യ എണീറ്റ് ഒന്നും സംഭവിക്കാത്ത മാതിരി കൈയും വീശി അതുപോലെ കാണുന്നവരോട് വർത്താനം പറഞ്ഞു ചിരിച്ചു ഒന്നും ഇപ്പൊ നടക്കണ്ടെന്നേ. ആ പെങ്കൊച്ച് അങ്ങനെ നടക്കണ്ട. ഈ കോളനിയിലെ കണ്ണുനീരാ അവള്, അറിയാലോ. അവള് അങ്ങനെ നിന്നാ മതി. അവക്ക് സർക്കാർ ജോലി കിട്ടണം, അത് ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അവക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ പീഡനത്തിന് ഇരയായ പെണ്ണായി തന്നെ ജീവിക്കണം. ഓ, കിട്ടിയ അവസരം പരമാവധി മുതലാക്കും അല്ലേ സഖാക്കന്മാര്. നീ ആരാ ചോദിക്കാന്? ഇതുവരെ ഞങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചു, ഇനി ഞങ്ങൾക്ക് ആ മര്യാദയുടെ ഭാഷ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, ഇറങ്ങിപ്പൊക്കോണം. മര്യാദ വിട്ട് സംസാരിക്കണമെങ്കിൽ അതും ഞങ്ങൾക്കറിയാം. വേണ്ടി വന്നാൽ മര്യാദ വിട്ട് പെരുമാറുകയും ചെയ്യും. ഇറങ്ങിപ്പോടി ഈ വീട്ടുമുറ്റത്തുനിന്ന്. വെറുതെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. ദേ, ഇത്രയും നേരം സംസാരിച്ചതേ ഉള്ളൂ. ഓരോ പാർട്ടിയുടെയും സംഘടനയിലും ഒക്കെ നേതാക്കന്മാരല്ലേ നിങ്ങള്? ഇങ്ങനെയാണോ നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് നാട്ടുകാർക്ക്? ദേ ഗോപ, ഇവളെ കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ നോക്കിയോ? ഇവളല്ലെങ്കിൽ കൂടുതൽ നിന്ന് പ്രസംഗിച്ച് ഇവിടെ വഷളാക്കും. ഇതൊക്കെ കേട്ടോണ്ടാട്ടോ നമ്മുടെ ശരണ്യ അവിടെ, അതായത് പെരയ്ക്കകത്ത് ശരണ്യ ആ ഒരു കട്ടിലയിൽ ഇരിക്കുന്നത്. ഓരോ വാക്കുകള് രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അലീന കട്ടിലിൽ ഇങ്ങനെ, അലീനയല്ല ശരണ്യ കട്ടിലിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുറുക്കുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഗോപൻ തന്നെയാണ് അലീനയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന വിടുവിടെന്ന് പറയുന്നുണ്ട്. ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ശരണ്യ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഗോപ, ചേച്ചീനെ വിട്ടേക്ക്, നീ ചേച്ചിയുടെ കൈ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശരണ്യ ഓടി വന്നിട്ട്, അതെ വിടാനല്ലേ നിന്നോട് പറഞ്ഞത്, നീ എന്തിനാ അലീന ചേച്ചിയുടെ കയ്യെ കയറി പിടിച്ചത് എന്ന് ചോദിച്ചു. നമ്മുടെ ശരണ്യ എന്തോ ഒരിക്കലും ഇല്ലാത്ത ആ ഒരു ഒച്ചയില് ശബ്ദം ഉയർത്തി തന്നെയാ പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരണി പറഞ്ഞ, അലീന ചേച്ചി പൊക്കോ, ഇനി നിക്കണ്ട. അയ്യോ, നീയും എന്നെ തെറ്റിദ്ധരിക്കല്ലേ? വേണ്ട, ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. അലീന ചേച്ചി പൊക്കോ, അലീന ചേച്ചി പ്ലീസ് ചേച്ചി, അലീന ചേച്ചി ഇവിടെ നിക്കണ്ട, പൊക്കോ. ഞാൻ ദൈവത്തെ ഓർത്ത് പറയാ, ഇവിടെ നിന്ന് പോ അലീന ചേച്ചി, പ്ലീസ് അലീന ചേച്ചി, ഇവിടെ നിന്ന് പോ അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ്യ ഭയങ്കര കരച്ചിൽ കേട്ടോ അലീനയ്ക്ക് മുമ്പില്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശരണ്യയുടെ അച്ഛൻ, നിന്നോട് ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ? കരഞ്ഞോണ്ട് ആരെ കാണിക്കാനാടി ഇറങ്ങി വന്ന്, കേറി പോടി അകത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ്യയുടെ കൈ പിടിച്ച് വലിച്ച് അകത്ത് കയറ്റുവാണ് കേട്ടോ. എന്റെ ദൈവമേ, കഷ്ടം തോന്നും കേട്ടോ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞിട്ട്. ഒരുപാട് സങ്കടം തോന്നും നമുക്ക്. ആ കൊച്ചിന്റെ ഒരു മാനസികാവസ്ഥയെ, വല്ലാത്തൊരു മാനസികാവസ്ഥയെ, ഇപ്പൊ അതിനൊന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും വലിച്ചഴച്ച് ആ കൊച്ചിന്റെ അപ്പൻ അതിനെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ഗോപു പറഞ്ഞതേ, കണ്ടല്ലോ, അവക്ക് നിന്നെ കാണണ്ട, നിന്നോട് സംസാരിക്കണ്ട, മര്യാദയ്ക്ക് നീ പൊക്കോ. പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് പോകാനായിട്ടെന്ന്. അലീനയ്ക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ. നമ്മുടെ ശരണ്യനെ കണ്ടത് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? കുറെ രാഷ്ട്രീയക്കാരും സമുദായക്കാരും ഇറങ്ങി കുടുംബം നന്നാക്കാൻ വേണ്ടി, അല്ലാതെ പിന്നെ എന്താ പറയുന്നത്? എന്നാൽ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അലീന പകുതി വരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എന്തോ അലീനയ്ക്ക് ഒരു ശക്തി കിട്ടി. അലീന പറഞ്ഞു, നിങ്ങൾക്ക് ഫണ്ട് പിരിക്കണം അല്ലേ? നിങ്ങൾക്ക് ഫണ്ട് പിരിച്ച് നിങ്ങളുടെ ഭണ്ഡാരപ്പെട്ടി നിറയ്ക്കണം. അതുപോലെ അവളെ വീട്ടിൽ അടച്ചിട്ട് ദുഃഖപുത്രിയാക്കണം. അതുപോലെ തന്നെ അവൾ ഇനി ഒരിക്കലും ചിരിക്കുകയും ഉല്ലസിക്കുകയും ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യാൻ പാടില്ല. അവൾ എപ്പോഴും ആ മുറിക്കകത്ത്, ഇരുട്ട് മുറിക്കകത്ത് അവളെ തളച്ചിടണം അല്ലേ? രക്തസാക്ഷിയാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ അതും ചെയ്തേനെ. നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നാണമുണ്ടോ മനുഷ്യരെ നിങ്ങൾക്ക്? നിങ്ങൾ ഇഷ്ടം പോലെ കാണിക്കുക. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ വിനകളാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ. നിങ്ങൾ അത് ഓർത്തു വെച്ചോ. നിങ്ങൾ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെങ്കൊച്ചിനെയാ, അതിന്റെ ഭാവിയാ. അതിന്റെ ഭാവി തൊലച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ, എന്ത് മണ്ണാങ്കട്ട കിട്ടാനാ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യേ. പക്ഷെ ഇതെല്ലാം കാണുന്നിടത്തെ മോളിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോയതേ. ഈ സമയത്ത് നമ്മുടെ ശരണ്യ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കട്ടിലെ കിടന്ന് ശരണ്യ ഭയങ്കര കരച്ചില്. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, അത് പിന്നെ അവളെ വെറുതെ വിടണ്ടായിരുന്നു, രണ്ടെണ്ണം കൊടുത്തു വിടത്തില്ലായിരുന്നോ നിങ്ങൾക്ക്? അവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെ കോളനി വന്നിട്ട് നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്ന അവള്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് വേറൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, തീർന്നല്ലോ, അവള് പോയല്ലോ, പിന്നെ എന്തിനാ ഇനിയിപ്പൊ അവളെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്? ആര് വെല്ലുവിളിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ല, പറഞ്ഞിട്ടും ആയിട്ട് അടിച്ചിട്ടും അങ്ങ് പൊക്കോളും, ബാ നമുക്ക് എല്ലാവർക്കും പോകാന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർ നാട്ടുകാരൊക്കെ അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ ഉള്ളതാകെ നമ്മുടെ ശരണ്യയുടെ ആങ്ങളമാരും അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. പക്ഷെ ആ അമ്മയുടെ മുഖത്ത് നന്നായിട്ട് കാണാം
പറ്റുന്നുണ്ട്. നമ്മുടെ അലീനയോടുള്ള സ്നേഹവും അലീന നമ്മുടെ ശരണ്യെ രക്ഷിക്കും എന്നൊരു ഉറപ്പുമൊക്കെ. പക്ഷെ ആ അമ്മയ്ക്കും നിസ്സഹായ അവസ്ഥ തന്നെയാണ് അമ്മയ്ക്കും, വേറൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ശരണ്യനെ പോലെ തന്നെയാണ്, അവിടെ വോയിസ് ഇല്ല, അവിടെ പെണ്ണുങ്ങൾക്ക് വോയിസ് ഇല്ല, അത് തന്നെ കാര്യം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയനെയാണ് കേട്ടോ. അപ്പം വൈജയുടെ അടുത്തേക്ക് ഒരു ബ്രോക്കർ വരികയാണ്. അങ്ങനെ വൈജയുടെ അടുത്ത് ബ്രോക്കർ വന്നിട്ട് പറയുകയാണ്, മേഡം അവിടെ ഫർണിച്ചർ ഇല്ല. ഫർണിച്ചർ ഇല്ലെന്നോ? ഫർണിച്ചർ വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞത്, അത് പിന്നെ ഒരു ഡൈനിങ് ടേബിൾ 2 കട്ടിലും ഉണ്ട്. അപ്പം AC ഒന്നുമില്ല, ഒന്നുമില്ല. അത് പിന്നെ മേഡം, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, വേറെ വീട് നോക്കാം. ദേ ഇനി എന്നാ വീട് കണ്ടുപിടിക്കുന്നത്? ഞാനേ എന്റെ ഈ കാല് വെട്ടി മുറിക്കുന്നത് എന്നാന്നറിയത്തില്ല, അത് കഴിയുമ്പോ എനിക്ക് അങ്ങോട്ടേക്ക് വരണം. അപ്പൊ മേഡത്തിന്റെ കാല് വെട്ടിമുറിക്കാൻ പോവാണോ? ഏയ് കാലല്ല, ഈ പാസ്റ്റർ വെട്ടിമുറിക്കുന്ന കാര്യം പറഞ്ഞത്. എന്റെ പൊന്നു ബേബി, ഇനി ബേബി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്നാണെങ്കിലും കൊള്ളാവുന്ന വീടായിരിക്കണം. ആ കൊള്ളാവുന്ന വീടും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാ മതി. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? കൊള്ളാവുന്ന വീട് ഞാൻ മേഡത്തിന് മേടിച്ചു തരത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നാളെ പൂർവാധികം ശക്തനായിട്ട് ഞാൻ തിരിച്ചു വരും. ശക്തി അതിനകത്തിനാ ഗുസ്തി പിടിക്കാനോ? അല്ല, ഞാനേ ഒരു ഡയലോഗ് അങ്ങ് കൈ നിട്ട് പറഞ്ഞതാണ്. ഏതായാലും ബേബി എന്ന് പറയുന്ന ഒരു ബ്രോക്കറിനോടാണ് നമ്മുടെ വൈജ എത്ര നേരം സംസാരിച്ചത്. അപ്പം നമ്മുടെ വൈജയ്ക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോകണമെന്നില്ല. നമ്മുടെ വൈജയ്ക്ക് ഇപ്പൊ ഒരു റെന്റിന് ഒരു വീട് എടുക്കണം. അപ്പൊ അതിനാണ് ബ്രോക്കറിനോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന തിരിച്ച് നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് തന്നെ വരിക. അങ്ങനെ കൃഷ്ണമോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ കൃഷ്ണമോള് നമ്മുടെ അലീനനെ കണ്ടത്, എന്നാ പറ്റി ചേച്ചി? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അത് പിന്നെ ഒന്നുമില്ല മോളെ, ഞാൻ നടന്നു മടുത്തു, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിച്ചില്ല. നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ ബബിത ഫോണിൽ കുത്തി കുത്തി ഇരിപ്പുണ്ട്. ബാലചന്ദ്രന് ഇങ്ങനെ TV ഒക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഏതായാലും കുറച്ചു നേരം TV ഒക്കെ കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എണീറ്റ് മേലെ സ്റ്റെയർ കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ അലീന വന്നത്. അപ്പൊ അലീനയോട് ചോദിച്ചു, അല്ല നീ പോയിട്ട് എന്തായി? അത് പിന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തച്ച, ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും സമ്മതിച്ചില്ല. അതെന്താ മോളെ അങ്ങനെ? നിനക്ക് അവളുടെ അടുത്ത് പോകാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവര് തന്നിട്ടുള്ളതല്ലായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല അച്ഛാ, എന്താ കാര്യം? എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവരെന്നെ വീട്ടിൽ കയറ്റിയില്ല, ഇനി അങ്ങോട്ടേക്ക് അടുപ്പിച്ചതേ ഇല്ല. ശരണ്യനെ കണ്ടതും സംസാരിച്ചതും ഒക്കെ മതി, ഇനി ഈ വഴിക്ക് വരണ്ടെന്നാ പറഞ്ഞത്. അല്ല, നീ അവക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, അവളെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തത്, പിന്നെന്തിനാ അവര് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? അതൊന്നും എനിക്ക് അറിയില്ല. ശരണി ചേച്ചിന്ന് വിളിച്ചോണ്ട് ഇറങ്ങി വന്നതാ, അവക്കിനെ കാണണമായിരുന്നു, സംസാരിക്കണമായിരുന്നു. പക്ഷെ അവര് സമ്മതിച്ചില്ല. അവരെല്ലാവരും അവളെ വിളിച്ച് പിടിച്ച് വലിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അല്ല, നിന്നോട് അവര് മോശമായിട്ട് പെരുമാറിയോ? ഏയ്, എന്നോട് മോശമായിട്ട് പെരുമാറിയൊന്നുമില്ല, ദേഷ്യപ്പെട്ടു. അല്ല മോളെ, നീ എന്നതാ കാര്യം എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു അച്ഛാ. അപ്പൊ അവര് പറയുക, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, നിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി, നീ ഇവിടെ നിൽക്കണ്ട, സ്ഥലം വിട്ടോളാൻ. അല്ല, നിന്നെ വിലക്കാൻ അവരെ നീ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ. അത് പിന്നെ എന്റെ സംശയം, ശരണി എന്നോട് പറഞ്ഞില്ലേ അവള് ഉപദ്രവിച്ചിട്ടില്ലെന്ന്. അത് മിക്കവാറും അവരെല്ലാവരും അറിഞ്ഞു കാണും. അല്ല, അവർക്കറിയത്തില്ലായിരുന്നു രോഹി ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അതല്ലച്ച, ആ കാര്യം ശരണി എന്നോട് പറയുമ്പം ആ ഓമനക്കുട്ടൻ ആ പരിസരത്ത് തന്നെ നിപ്പുണ്ടായിരുന്നല്ലോ. അവൻ വീട്ടിൽ ചെന്ന് മിക്കവാറും പറഞ്ഞു കൊടുത്തു കാണും, ശരണി എന്റെ അടുത്ത് സത്യം പറഞ്ഞു എന്ന്. അതായിരിക്കും സംഗതി. അല്ല, ശരണ്യ നിന്നോട് സത്യം പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് എന്താ വേണ്ടത്? അവരെന്ത് അവര് മനുഷ്യരാണോ? അത് പിന്നെ അച്ഛൻ ദേഷ്യപ്പെടാതെ പിന്നെ എന്താ അവർക്ക് വേണ്ടത്? നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇനി നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാത്ത എന്റെ മകന്റെ ചോരയാണ് അവർക്ക് വേണ്ടത്, തെറ്റ് ചെയ്യാത്ത എന്റെ മകന്റെ ജീവനാണ് അവർക്ക് വേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ബാലചന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.